അറസ്റ്റിലായത് ആൾദൈവം ഭോലെ ബാബയുടെ അടുത്ത അനുയായി ദേവ്പ്രകാശ് മധുക്കർ. ഭോലെ ബാബയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് പയ്യോളിയിൽ. 14-കാരൻ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് അധികൃതർ. ആലപ്പുഴ ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു. ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രദേശത്ത് നിരീക്ഷണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി. യൂസ്ഡ് കാർ ഷോറൂമായ റോയൽ ഡ്രൈവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി കണ്ടെത്തൽ. കഴിഞ്ഞ 2 ദിവസമായി ഇഡിയും ആദായ നികുതി വകുപ്പും നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആഡംബര കാറുകളുടെ വില കുറച്ചു കാണിക്കുകയും തുക പണമായി കൈപ്പറ്റുകയും ചെയ്തു. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളും മലയാള സിനിമാ താരങ്ങളും തട്ടിപ്പിന് കൂട്ടുനിന്നതായും കണ്ടെത്തൽ. ഉപരാഷ്ട്രപതി ഡോക്ടർ ജഗദീപ് ധൻകർ ഇന്ന് തിരുവനന്തപുരത്തെത്തും. ഉപരാഷ്ട്രപതി എത്തുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 12ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുവാൻ. രാവിലെ 11 മണിയോടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥൻ സ്വർണം കടത്തിയത് കൊടുവള്ളി സംഘത്തിനു വേണ്ടി. കൊച്ചി കുമ്പളങ്ങി സ്വദേശി ലിബിൻ ആണ് ഇന്നലെ DRIയുടെ പിടിയിലായത്. ഇത് 4ാം തവണയാണ് ഉദ്യോഗസ്ഥനായ ലിബിൻ സ്വർണം കടത്തുന്നതെന്ന് DRI. ഇന്നലെ 1.5 കിലോ സ്വർണമാണ് DRI ലിബിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത്. 1 കിലോ സ്വർണം കടത്തുമ്പോൾ ലിബിന് ലഭിക്കുന്നത് 40,000 രൂപ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ കൂട്ട സ്ഥലം മാറ്റം. 13 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. നടപടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പരിശോധനയ്ക്ക് പിന്നാലെ. പരിശോധനയിൽ ഗുരുതര കൃത്യവിലോപം നടത്തിയെന്ന് കണ്ടെത്തൽ. കോഴിക്കോട് വയനാട് റോഡിൽ മഴയെ തുടർന്ന് തെങ്ങ് കടപുഴകി വീണു. റോഡിലേക്ക് വൈദ്യുത കമ്പി പൊട്ടി വീണു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പാലക്കാട് കടമ്പഴിപ്പുറത്ത് 2 പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ ഒരാൾ പിടിയിലായത് കോങ്ങാട് സ്വദേശി ഗോകുലിനെതിരെ നേരത്തെയും കേസുകളുണ്ടെന്ന് പോലീസ്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നും മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും പോലീസ്. പാലക്കാട് തന്നാൽ കേരളം ഞങ്ങൾ എടുക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പാലക്കാട് നിന്നാൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി വരണം. BJPക്ക് ഇതാ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണെന്നും സുരേഷ് ഗോപി പാലക്കാട്ട് പറഞ്ഞു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വൻ തീപിടുത്തം. ഓട്ടോമൊബൈൽ സർവീസ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. നിലവിൽ ആർക്കും പരിക്കുകളില്ല. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മഴ മുന്നറിയിപ്പ് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ. SFIക്ക് സമരം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുൻപും അവരോട് സമരം പിൻവലിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നിയമം കയ്യിലെടുക്കുവാൻ ശ്രമിക്കുന്ന ക്രിമിനലുകളെ നേരിടാൻ ഞാൻ തയ്യാറാണെന്നും ഗവർണർ.
AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ കോഴിക്കോട്ട്. കേരളത്തിലെത്തിയത് ഒരാഴ്ചത്തെ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി. കരിപ്പൂർ എയർപോർട്ടിൽ ഖർഗെയ്ക്ക് വൻ സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ. KC വേണുഗോപാൽ, MK രാഘവൻ എന്നിവരടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. വീണ്ടും സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. മസ്കറ്റ് കണ്ണൂർ സെക്ടറിലെ സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വീണ്ടും റദ്ദാക്കിയത് ഇന്ന് രാവിലെ കണ്ണൂരിൽ നിന്ന് മസ്കറ്റിലേക്ക് പോകേണ്ട വിമാനവും ഉച്ചയ്ക്ക് ശേഷം മസ്കറ്റിൽ നിന്ന് കണ്ണൂരിൽ എത്തേണ്ട വിമാനവും. കണ്ണൂരിലേക്ക് പുതുതായി അനുവദിച്ച പാസഞ്ചർ ട്രെയിൻ കാസർഗോഡേക്കും നീട്ടും. കാസർഗോഡുകാരുടെ യാത്രാ ദുരിതം സംബന്ധിച്ച ന്യൂസ് മലയാളം വാർത്ത നൽകിയിരുന്നു. റെയിൽവേയുടെ ഉറപ്പ് മന്ത്രി V. അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം കൈമാറി. മന്ത്രി വീണ ജോർജാണ് വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായർ, അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ് എന്നിവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇന്നലെ ധനസഹായം കൈമാറിയത്. ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണനും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള 5 ലക്ഷം രൂപയും നോർക്കയിലൂടെയുള്ള 9 ലക്ഷം രൂപയുമാണ് കൈമാറിയത്. വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തുന്നതിനെതിരെ നടപടി സ്വീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ്. 1275 നിയമലംഘനങ്ങളാണ് കഴിഞ്ഞ ഒരു മാസം മാത്രം എറണാകുളം ജില്ലയിൽ കണ്ടെത്തിയത്. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കാനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് വിഭാഗം. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച തൃശൂർ മാടക്കത്ര പഞ്ചായത്തിലെ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കി മൃഗസംരക്ഷണ വകുപ്പ്. കട്ടിലപ്പൂവം സ്വദേശി ബാബു വെളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ പന്നികളെയും ദ്രുത പ്രതികരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ദയാവധത്തിന് ഇരയാക്കി. ആകെ 310 പന്നികളെയാണ് ഇലക്ട്രിക് ഷോക്ക് നൽകി ദയാവധം നടത്തിയത്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി ഫാമിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തി. പ്രദേശത്ത് നിന്ന് പന്നിയിറച്ചി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയതായും ജില്ലാ ഭരണകൂടം അറിയിച്ചു. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷം. പ്രിൻസിപ്പാളിനും സ്റ്റാഫ് സെക്രട്ടറിക്കും നോട്ടീസ്. ഇരുവർക്കും ഹാജരാകാൻ നോട്ടീസ് നൽകി കൊയിലാണ്ടി പോലീസ്. കേണിച്ചിറയിലെ കടുവ ഇനി തിരുവനന്തപുരം മൃഗശാലയിൽ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിറങ്ങി. ഇരുളം ഫോറസ്റ്റ് ഓഫീസിലുള്ള കടുവയെ നാളെ വൈകിട്ടോടെ മൃഗശാലയിലേക്ക് മാറ്റും. ബ്രഹ്മപുരം പാറയ്ക്കമുകൾ കടത്ത് റോഡ് പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കിൻഫ്രയ്ക്ക് സമീപം 6 മീറ്റർ നീളത്തിൽ റോഡ് പുനഃസ്ഥാപിച്ചു. താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. കിൻഫ്രയുടെ കൈവശമുള്ള 35 മീറ്റർ സ്ഥലം കൂടി ലഭ്യമായാൽ ബ്രഹ്മപുരം പാറയ്ക്കമുകൾ കടത്ത് റോഡ് പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനാകും. കോഴിക്കോട് യുവ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട പന്തളം സ്വദേശി ഡോക്ടർ മസൂദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അബോധാവസ്ഥയിൽ കണ്ടെത്തിയ മസൂദിനെ സുഹൃത്തുക്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണം നടന്നത്.
എറണാകുളം മരടിൽ MDMA-യുമായി യുവാവ് പിടിയിലായത് തമിഴ്നാട് നീലഗിരി സ്വദേശി മുഹമ്മദ് റാഷി. കോയമ്പത്തൂരിൽ നിന്ന് 100 ഗ്രാം MDMA ആണ് ഇയാൾ കടത്തിക്കൊണ്ടുവന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് കെ കരുണാകരന്റെ പേര് നൽകാത്തതിൽ ദുഃഖമറിയിച്ച കെ മുരളീധരൻ. പ്രതികരണം കെ കരുണാകരൻ അനുസ്മരണ ചടങ്ങിൽ. കരുണാകരന്റെ ഇടപെടലാണ് വിമാനത്താവളം ഉണ്ടാകാൻ കാരണമെന്നും കരുണാകരന്റെ പേരിടാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ടെന്നും മുരളീധരൻ. ബൈക്കിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന തുറവൂർ പെരിങ്ങാമ്പറമ്പ് സ്വദേശി KO അഗസ്റ്റിൻ മരിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. മരണം ഇടിയുടെ ആഘാതത്തിൽ ഗുരുതര പരുക്കേറ്റ് ചികിത്സയിലിരിക്കെ. തൃശൂർ മനക്കുടി ഗീവർഗീസ് സഹദ തീർത്ഥാടന കേന്ദ്രത്തിൽ മോഷണം. കപ്പേളയുടെ ജനൽ ചില്ലുകൾ തകർത്ത് മോഷ്ടാക്കൾ രൂപത്തിൽ ചാർത്തിയ മാലകൾ കവർന്നത് സ്വർണം പൂശിയ 2 മാലകൾ. സംഭവത്തിൽ അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാപ്പ വകുപ്പ് പ്രകാരം താക്കീത് ലഭിച്ച വ്യക്തിയെ മാലയിട്ട് സ്വീകരിച്ച CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മലയാളപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനെയാണ് CPM മാലയിട്ട് സ്വീകരിച്ചത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 60ഓളം പേർ ഇന്ന് CPIM-ലേക്ക് എത്തിയിരുന്നു. ഈ പരിപാടിയിലാണ് ശരൺ പങ്കെടുത്തത്. തൃശൂർ കുന്നംകുളത്ത് CPM പ്രവർത്തകനെ ഇടിക്കട്ട കൊണ്ട് മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റത് CPM കേച്ചേരി ബ്രാഞ്ച് അംഗം ഷാജിക്ക്. മർദ്ദിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ മുബാറക്. മർദ്ദനം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ. പരിക്കേറ്റ ഷാജിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വൈറ്റില കണ്ണാടിക്കാട് നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിന്നിൽ കാർ ഇടിച്ചു കയറി. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് സാരമായ പരുക്ക്. കാർ പൂർണ്ണമായും തകർന്നു. കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. വനം വകുപ്പ് മേധാവിയുമായി പ്രശ്നങ്ങളില്ലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഗംഗാസിംഗിനെ പുറത്താക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടില്ല. ഉന്നത സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുവാൻ ശുപാർശകൾ വരുന്നത് സ്വാഭാവികം. അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് സർക്കാർ. ഗംഗാസിംഗിനെ പരിഗണിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു. മറിച്ചുള്ള വാർത്തകൾ തെറ്റെന്നും മന്ത്രി. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് അരുൺ, ഷബിൻലാൽ, അതുൽ എന്നിവർക്ക്. ജാമ്യം നൽകിയത് 90 ദിവസമായിട്ടും പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന്. സ്ഫോടനമുണ്ടായത് ബോംബ് നിർമ്മാണത്തിനിടെ. തൃശൂർ ചൂണ്ടൽ സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി ടാക്സി ഡ്രൈവർമാർ. പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരള ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ. മഴുവഞ്ചേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ പങ്കെടുത്തത് 100 കണക്കിന് പ്രവർത്തകർ. അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നും പ്രതിഷേധക്കാരുടെ ആവശ്യം. ഇടുക്കി
ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത് മോട്ടോർ വാഹന വകുപ്പ് രാത്രി നടത്തിയ പട്രോളിംഗിൽ ഡ്രൈവർക്കെതിരെ തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ. തിരക്കേറിയ റോഡിൽ ഇന്നോവ കാറിൽ സഞ്ചരിച്ച യുവാക്കൾ ഡോർ ഗ്ലാസിലിരുന്ന് അപകടകരമാം വിധം യാത്ര നടത്തിയത് ഇന്നലെ വൈകിട്ട്. കനത്ത മഴയ്ക്ക് പിന്നാലെ പ്രളയത്തിലകപ്പെട്ട ഗുജറാത്ത്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളും രൂക്ഷമായ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുവാൻ ദുരന്ത നിവാരണ സേന രംഗത്ത്. ബീഹാറിൽ പാലങ്ങൾ തകർന്ന സംഭവത്തിൽ എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. ജലവിഭവ വകുപ്പിലെ 16 എഞ്ചിനീയർമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. പാലങ്ങൾ തുടർച്ചയായി തകർന്നു വീഴുന്നത് സർക്കാർ ഗൗരവമായാണ് കാണുന്നത്. ബീഹാർ വികസന സെക്രട്ടറി ചൈതന്യ പ്രസാദ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള മുന്നൊരുക്ക നടപടികൾ വകുപ്പുകൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഴ കാരണം അപകടമുണ്ടായാൽ നടത്തേണ്ട തയ്യാറെടുപ്പ് മുൻകൂട്ടി തീരുമാനിക്കണം. ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേരണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇടുക്കിയിൽ വീണ്ടും പാതാളത്തവളയെ കണ്ടെത്തിയത് വംശനാശ ഭീഷണി നേരിടുന്ന സഹ്യപർവ്വത നിരകളിൽ മാത്രം കാണപ്പെടുന്ന പാതാളത്തവളയെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾക്കിടെയാണ് മാവേലി തവള എന്നറിയപ്പെടുന്ന തവളയെ കണ്ടെത്തിയത്. ബസ് കണ്ടക്ടറെ ആക്രമിച്ചതായി പരാതി. ഹൈക്കോട്ട് പൂത്തോട്ട റോഡിലോടുന്ന വേളാങ്കണ്ണി മാത ബസ്സിലെ കണ്ടക്ടർ ജെയിനിനാണ് പരിക്കേറ്റത്. ഇടത് കൈയിൽ കടിക്കുകയും പൊട്ടിയ ബിയർ കുപ്പി വയറ്റിൽ കുത്തുകയും ചെയ്തു. വിനൂപ് എന്ന യാത്രക്കാരനാണ് ആക്രമിച്ചത്. തൃശൂർ കോടശ്ശേരിയിൽ ശ്മശാനത്തിലെ കെട്ടിടത്തിൽ നിന്ന് 150 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി. കെട്ടിടത്തിൽ വാഷും വാറ്റുപകരണങ്ങളും സൂക്ഷിച്ചിരുന്നതായി ശ്മശാന അധികാരികളാണ് പരാതി നൽകിയത്. പ്രതികളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചെന്ന് എക്സൈസ്. പത്തനംതിട്ട പുത്തൻപീടികയിൽ കാറും മിനി ലോറിയും കൂട്ടിയിടിച്ചു. കാറിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ 5 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ 2 കുട്ടികളും. പരിക്കേറ്റവർ പത്തനംതിട്ട നരിയാപുരം സ്വദേശികൾ. ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിലായത് തൃശൂർ കുന്നംകുളം സ്വദേശി ജമാലുദ്ദീൻ. പീഡനം നടന്നത് പള്ളിയിൽ നമസ്കരിക്കാനെത്തിയ വിദ്യാർത്ഥിയെ പിന്തുടർന്നെത്തി പ്രതി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് കേസ്. സംസ്ഥാനത്താകെ 315 വീടുകൾ നിർമ്മിച്ചു നൽകിയ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനം മാതൃകാപരവും പ്രശംസിക്കപ്പെടേണ്ടതുമാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. കൊല്ലം കോയിക്കൽ സർക്കാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്നേഹഭവനം പദ്ധതിയുടെ താക്കോൽ കൈമാറൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
വിദ്യാർത്ഥികൾക്കടക്കം 4 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. വിദ്യാർത്ഥികൾക്കും ബൈക്ക് യാത്രികനും കാൽനട യാത്രക്കാരനുമാണ് കടിയേറ്റത്. കടിയേറ്റവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. പത്തനംതിട്ട അടൂരിലും 10 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. പരിക്കേറ്റവർ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചു. അടൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചായിരുന്നു നായയുടെ ആക്രമണം. ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി എന്ന നേട്ടത്തിലെത്തി കൊച്ചിൻ ഷിപ്പ്യാർഡ്. വിപണി മൂല്യം 76,924 കോടി രൂപ. നേട്ടം മുത്തൂറ്റ് ഫിനാൻസിനെ മറികടന്നു. സ്പെഷ്യൽ ഡ്രൈവിന് കീഴിൽ 2500ഓളം പുതിയ ജനറൽ കോച്ചുകൾ നിർമ്മിക്കുന്നതായും 10,000 കോച്ചുകൾ കൂടി നിർമ്മിക്കുവാൻ അനുമതി ലഭിച്ചതായും റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. രാജ്യത്തുടനീളമുള്ള റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും മന്ത്രി. ഇന്ത്യയുടെ AI മിഷന് വേണ്ടി 5000 കോടി അനുവദിച്ച കേന്ദ്ര സർക്കാർ. AI മിഷന്റെ ഭാഗമായി 10,000-ലധികം ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകൾ വാങ്ങാൻ തീരുമാനം. ദൗത്യത്തിനായി മന്ത്രിസഭ മാർച്ചിൽ 10,371.92 കോടി രൂപ അംഗീകരിച്ചിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയ്ക്കെതിരായ പരാമർശം. മഹുവ മൊയ്ത്രയ്ക്കെതിരെ സ്വമേധ്യാ കേസെടുത്ത വനിതാ കമ്മീഷൻ. ഹാസ്രത്ത് ദുരന്ത പ്രദേശത്ത് സന്ദർശനത്തിനെത്തിയ രേഖ ശർമ്മ തന്റെ നേതാവിന്റെ പൈജാമ പിടിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നുവെന്ന് മഹുവ എക്സിൽ കുറിച്ചത്. മഹുവയെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJPയും രംഗത്തെത്തി. രേണുകാസ്വാമി കൊലക്കേസിൽ അറസ്റ്റിലായ കന്നഡ നടൻ ദർശനെ പിന്തുണച്ച് നടി സുമലത. ദർശൻ തനിക്ക് മകനെ പോലെയാണെന്നും അറസ്റ്റ് വിശ്വസിക്കാനാകുന്നില്ലെന്നും സുമലതയുടെ പ്രതികരണം. ദർശനെയും കുടുംബത്തെയും അടുത്തു പരിചയമുണ്ടെന്നും ന്യായമായ വിചാരണ ദർശന് ലഭിക്കണമെന്നും സുമലത സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. ഉത്തരാഖണ്ഡിൽ തീർത്ഥാടകർക്കായി നിർമ്മിച്ച താൽക്കാലിക പാലം തകർന്നു. 2 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. 40ഓളം തീർത്ഥാടകർ കുടുങ്ങി. ഗംഗോത്രിക്ക് സമീപമാണ് അപകടം. നദിയിൽ പെട്ടെന്ന് വെള്ളം ഉയർന്നതാണ് അപകട കാരണം. രക്ഷാപ്രവർത്തനം തുടരുന്നു. ചെന്നൈയിൽ BSP തമിഴ്നാട് അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊന്നു. കൊലപ്പെടുത്തിയത് ബൈക്കിലെത്തിയ അജ്ഞാത സംഘം. ആംസ്ട്രോങ്ങിനെ ആക്രമിച്ച ശേഷം ഓടി രക്ഷപ്പെട്ടു. വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ച പോലീസ്. അസമിലെ വെള്ളപ്പൊക്കം ഗുരുതരമായി തുടരുന്നു. വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട 21 ലക്ഷം പേർ. 698 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് അധികൃതർ. പുതിയ കണക്കുകൾ അനുസരിച്ച് വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 62ആയി. 57,018 ഹെക്ടർ കൃഷിഭൂമി നശിച്ചു. 14.5 ലക്ഷത്തിലധികം മൃഗങ്ങളെയും മഴ ബാധിച്ചെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സ്വന്തം
താല്പര്യത്തിന് വിവാഹം ചെയ്തു. രാജസ്ഥാനിലെ ജലവാറിൽ 24-കാരിയെ കൊന്നു കത്തിച്ച സ്വന്തം കുടുംബത്തിന്റെ പക വീട്ടുകാരുടെ താല്പര്യമില്ലാതെ വിവാഹം ചെയ്തതിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയത് ഭർത്താവിന്റെ കൺമുന്നിൽ നിന്നും യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തത് ശ്മശാനത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ. കൂടുതൽ അന്വേഷണം നടത്താൻ ഫോറൻസിക് വിഭാഗം. കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ചു കൊന്ന യുവാവ്. നവാഡ സ്വദേശിയായ സന്തോഷ് ലോഹറിനെയാണ് രാത്രി ഉറങ്ങുന്നതിനിടെ പാമ്പ് കടിച്ചത്. പാമ്പിനെ തിരിച്ചു കടിച്ചാൽ വിഷം നിർവീര്യമാകുമെന്ന അന്ധവിശ്വാസത്തിലാണ് പാമ്പിനെ 2 തവണ തിരിച്ചു കടിച്ചത്. ഇതിന് പിന്നാലെ ആരോഗ്യനില മോശമായ ലോഹറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യമഹ RDXൽ യുവതിയുടെ അഭ്യാസം ലൈസൻസ് റദ്ദാക്കണമെന്ന് കാഴ്ചക്കാർ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് പോലീസ്. വിവാദമായി സമൂഹമാധ്യമങ്ങളിലെ വീഡിയോ. യുകെയിലെ ആദ്യ വനിതാ ധനകാര്യമന്ത്രിയായി റേച്ചൽ റീവ്സ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സാമ്പത്തിക വിദഗ്ധയാണ് റേച്ചൽ. ചാൻസലറായി നിയമിക്കപ്പെട്ടത് ജീവിതത്തിലെ ബഹുമതിയാണെന്ന് റേച്ചൽ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മലയാളിയും ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയായി ലേബർ പാർട്ടിയുടെ സോജൻ ജോസഫ്. സോജൻ തെരഞ്ഞെടുക്കപ്പെട്ടത് 1779 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. പിടിച്ചെടുത്തത് പതിറ്റാണ്ടുകളായി കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തകയായ ആഷ്ഫോർഡ് മണ്ഡലം. സോജൻ ജോസഫ് കോട്ടയം കൈപ്പുഴ സ്വദേശിയാണ്. യുകെയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഹൗസ് ഓഫ് കോമൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 26 ഇന്ത്യൻ വംശജർ. ഇത്രയധികം ഇന്ത്യൻ വംശജർ പാർലമെന്റിലെത്തുന്നത് ഇതാദ്യം. കൂടുതൽ ലേബർ പാർട്ടി എംപിമാർ. ലേബർ പാർട്ടിയുടെ വിജയത്തിന് പിന്നാലെ BJP പരിഹസിച്ച ശശി തരൂർ. 400 ബാർ പക്ഷെ മറ്റൊരിടത്ത് എന്ന് തരൂർ എക്സിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ഇലക്ഷനിൽ ലേബർ പാർട്ടി 412 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ലോക്സഭാ ഇലക്ഷനിൽ NDA 400-ലധികം സീറ്റുകൾ നേടുമെന്ന് അവകാശപ്പെട്ടിരുന്നു. ഇതിന് പരിഹാസമായാണ് പോസ്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റിന് വേദിയൊരുക്കാനൊരുങ്ങി ദുബായ്. 2 കോടി ചതുരശ്ര അടി വിസ്തൃതിയിലാണ് പുതിയ കാർ മാർക്കറ്റ് ഒരുങ്ങുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റിയും DP വേൾഡും ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറാനുള്ള ദുബായിയുടെ പുതിയ വികസന പദ്ധതിയുടെ ഭാഗമായാണ് ദുബായ് കാർ മാർക്കറ്റ്. വർഷത്തിലൊരിക്കൽ പ്രവാസി ജീവനക്കാരെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയരാക്കണമെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം. നിർദ്ദേശം സൗദിയിലെ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 144 പ്രകാരം മെഡിക്കൽ ടെസ്റ്റിന്റെ ഫലം ഡോക്ടറുടെയും തൊഴിലാളിയുടെയും രേഖകളിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ. കവബയുടെ കിസ്വ മാറ്റൽ കർമ്മം ജൂലൈ 7-ന് പുതപ്പിക്കുന്നത് 1000 കിലോഗ്രാം അസംസ്കൃത പട്ടുകൊണ്ട് നിർമ്മിച്ച കിസ്വ. മുഹറം 1 ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള പുതുവർഷ ദിനത്തിലാണ് കവബയുടെ മൂടുപടം മാറ്റുന്നത്. ചടങ്ങ് പൂർത്തിയാക്കുക ഇരു ഹറം കാര്യാലയത്തിന് കീഴിലുള്ള കരകൗശല വിദഗ്ധരും വിദഗ്ധ തൊഴിലാളികളും ചേർന്ന്.
വായുവിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും വെള്ളം നിർമ്മിച്ച സ്കൈ WTR എന്ന പേരിൽ വിപണിയിലെത്തിക്കാൻ അമേരിക്ക. സോളാർ പാനലുകളോട് സാമ്യമുള്ള ഹൈഡ്രോ പാനൽ സാങ്കേതികവിദ്യ വികസിപ്പിച്ച അരിസോണ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെ ഈ പദ്ധതി തുടങ്ങിയത് 1 ദശാബ്ദം മുമ്പ്. വായുവിൽ നിന്ന് ജലബാഷ്പം വലിച്ചെടുത്ത് ശുദ്ധജലം ഉത്പാദിപ്പിക്കുന്ന ഈ പാനലുകൾ പ്രവർത്തിക്കുന്നത് സൂര്യപ്രകാശത്താൽ. ഷാർജ സ്കൂളിൽ 8 വയസ്സുകാരന്റെ ദുരൂഹ മരണത്തിൽ ഉത്തരവാദികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന ഇന്ത്യൻ കുടുംബം. 1ാം ഗ്രേഡ് വിദ്യാർത്ഥിയായ റാഷിദ് യാസർ മരിച്ചത് മാർച്ച് 11-നാണ്. റാഷിദിന്റെ തലക്കേറ്റ മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്കൂളിലെ അനാസ്ഥയാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് പിതാവ് ഹബീബ് യാസർ. കുവൈറ്റിലെ താപനില 50 ഡിഗ്രി കടക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ താപനില 32 മുതൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെ. കടലിൽ 2 അടി മുതൽ 5 അടി വരെ തിരമാലകൾ ഉയരാൻ സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജീവിക്കാൻ അനുയോജ്യമായ ലോകത്തിലെ മികച്ച നഗരങ്ങളിൽ ഇടം പിടിച്ച് ദോഹ. മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിൽ 4ാം സ്ഥാനത്താണ് ദോഹ. എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റാണ് പട്ടിക തയ്യാറാക്കിയത്. ആകെ 173 നഗരങ്ങളാണ് പട്ടികയിലുള്ളത്. നൂതന സംവിധാനങ്ങളുമായി ബുർജിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അബുദാബിയിൽ. ബുർജിൽ AI ഉപയോഗിച്ചുള്ള രോഗനിർണയം അടക്കം നടത്തുന്ന UAEയിലെ ഏറ്റവും വലിയ ക്യാൻസർ കെയർ നെറ്റ്വർക്കുകളിൽ ഒന്നാണ്. UAE മന്ത്രി ഷെയ്ഖ് നഹ്യാൻ മുബാറക് അൽ നഹ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തു. മിലാനിലെ പ്രധാന വിമാനത്താവളത്തിന് മുൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും വ്യവസായ പ്രമുഖനുമായ സിൽവിയോ ബെർലൂസ്കോണിയുടെ പേര് നൽകുവാൻ തീരുമാനം. കഴിഞ്ഞ വർഷം അന്തരിച്ച ബെർലൂസ്കോണി ഫോർസ ഇറ്റാല പാർട്ടി നേതാവായിരുന്നു. ബെർലൂസ്കോണിയുടെ ബഹുമാനാർത്ഥം മാൽപെൻസ വിമാനത്താവളത്തിന്റെ പേര് മാറ്റുവാനുള്ള തീരുമാനം അറിയിച്ച് ഗതാഗത മന്ത്രി മാത്യു സാൽവിനി. പെറുവിൽ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി പുരാവസ്തു ഗവേഷകർ. ക്ഷേത്രാവശിഷ്ടങ്ങൾക്കൊപ്പം മനുഷ്യരുടെ അസ്ഥികൂടങ്ങളും കണ്ടെടുത്തു. അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ലംബയേക് മേഖലയിലെ സാനായിലെ മരുഭൂമിയിൽ നിന്ന്. ബംഗ്ലാദേശ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ സിയാവൂർ റഹ്മാൻ അന്തരിച്ചു. ദേശീയ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിനിടെ സ്ട്രോക്ക് ബാധിച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. സഹമത്സരാർത്ഥികളും ഉദ്യോഗസ്ഥരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾക്ക് ISI മാർക്ക് നിർബന്ധമാക്കി സർക്കാർ. ഉത്പന്ന സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ISI മാർക്ക് നിർബന്ധമെന്ന് സർക്കാർ. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള DPIIT പാത്രങ്ങൾക്ക് ISI മാർക്ക് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ 50 വർഷത്തിനിടെ ബഹിരാകാശത്ത് മനുഷ്യർ സഞ്ചരിച്ചിട്ടില്ലാത്തത്ര ദൂരം സഞ്ചാരികളെ എത്തിക്കുവാനുള്ള അത്ഭുത ദൗത്യത്തിനൊരുങ്ങി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ്. പൊളാരിസ് ഡൗൺ എന്ന പേരിട്ടിരിക്കുന്ന ദൗത്യം ഈ മാസം വിക്ഷേപിക്കും. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന ഡ്രാഗൺ ക്രൂ പേടകത്തിൽ സഞ്ചാരികൾ 5 ദിവസത്തോളം ബഹിരാകാശത്ത് കഴിയും.
കേരളത്തിലെ ആദ്യ CNG ബൈക്ക് ഫ്രീഡം 125 പുറത്തിറക്കി ബജാജ് ഓട്ടോ. 95,000 രൂപയാണ് എക്സ് ഷോറൂം വില. 6 നിറങ്ങളിലും 3 വേരിയന്റുകളിലും ബൈക്ക് ലഭ്യമാകും. ബുക്കിംഗ് ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് കമ്പനി. സാമ്പത്തിക വർഷത്തോടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സ്റ്റീൽ ഡിമാൻഡ് 275 മില്യൺ ടണ്ണായി ഉയർത്തുവാൻ കേന്ദ്ര സർക്കാർ. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ സ്റ്റീൽ ഉപഭോഗത്തിൽ മുന്നിട്ട് നിൽക്കുന്നതായി റിപ്പോർട്ട്. എയർടെൽ ഉപഭോക്താക്കളായ ഇന്ത്യക്കാരുടെ ആധാർ വിവരങ്ങൾ ചോർന്നെന്ന ആരോപണവുമായി ചൈനീസ് ഹാക്കർ. 37.5 കോടി ഇന്ത്യക്കാരുടെ ആധാർ വിവരങ്ങൾ ചോർന്നെന്നാണ് അവകാശം. എന്നാൽ ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്ന് എയർടെൽ പ്രതിനിധികൾ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ MS ധോണിയുടെ ബയോപിക് MS ധോണി ദി അൺടോൾഡ് സ്റ്റോറി വീണ്ടും തിയേറ്ററുകളിലേക്ക്. ധോണിയുടെ 43ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ചിത്രത്തിന്റെ റീ റിലീസ്. പ്രദർശനം ജൂലൈ 5 മുതൽ 11 വരെ. തമിഴ് ചിത്രം ബോയ്സ്, മലയാള ചിത്രം ഫോർ ദി പീപ്പിൾ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഭരത് ഹിറ്റ് തമിഴ് ചിത്രത്തിന് 2ാം ഭാഗവുമായി എത്തുന്നു. 2019 ഭരത് പോലീസ് വേഷത്തിലെത്തിയ കാളിദാസിനാണ് 2ാം ഭാഗം ഒരുക്കുന്നത്. സംവിധായകൻ സെന്തിൽ തന്നെ 2ാം ഭാഗവും ഒരുക്കുന്ന ചിത്രത്തിന് സാം CS ആണ് സംഗീതമൊരുക്കുന്നത്. മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഫൂട്ടേജ് സിനിമയുടെ പുതിയ പോസ്റ്റ് പുറത്തിറങ്ങി. എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിശാഖ് നായർ, ഗായത്രി അശോക് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ചിത്രം ഓഗസ്റ്റ് 2-ന് തിയേറ്ററുകളിലെത്തും. മലയാള സിനിമകളുടെ നേട്ടത്തെ പ്രശംസിച്ച് ദ ഇക്കണോമിസ്റ്റ് വാരിക. വ്യത്യസ്ത സിനിമകളിലൂടെ മോളിവുഡ് മുന്നിട്ട് നിൽക്കുന്നു. 3.5 കോടി ആളുകൾ മാത്രമുള്ള കേരളത്തിൽ നിന്ന് 2023-ൽ 200-ലധികം സിനിമകൾ പുറത്തിറങ്ങി. മലയാള സിനിമയിൽ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒരേപോലെ ഉണ്ടെന്നും മാസികയിൽ. കമൽഹാസൻ ചിത്രം ഇന്ത്യൻ 2-ന് US സർട്ടിഫിക്കറ്റ് നൽകി സെൻസർ ബോർഡ്. US സർട്ടിഫിക്കേഷൻ നൽകിയത് സിനിമയിൽ 5 പ്രധാന മാറ്റങ്ങൾ വരുത്തി. പുകവലി മുന്നറിയിപ്പ് വാചകത്തിന്റെ വലിപ്പം കൂട്ടുക, കൈക്കൂലി ചന്ത, ഡേർട്ടി ഇന്ത്യൻ പ്രയോഗങ്ങൾ ഒഴിവാക്കുക, പകർപ്പവകാശമുള്ള ഉള്ളടക്കം ഉപയോഗിക്കാൻ NOC നൽകണം എന്ന കാര്യങ്ങളിലും സിനിമാ പ്രവർത്തകർക്ക് നിർദ്ദേശം. രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് ഒരുക്കുന്ന ചിത്രം കൂലിയുടെ ചിത്രീകരണം ഹൈദരാബാദിൽ ആരംഭിച്ചു. രജനീകാന്തിനൊപ്പം ശ്രുതി ഹാസനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ. ചിത്രീകരണം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പങ്കുവച്ചു. പ്രശാന്ത് നീൽ, പ്രഭാസ് ടീമിന്റെ സലാർ 2-വിന്റെ ആദ്യ ഷെഡ്യൂൾ ഓഗസ്റ്റിൽ ആരംഭിക്കും. ആദ്യ ഷെഡ്യൂൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുമെന്ന റിപ്പോർട്ട്. സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയാണ് പൃഥ്വി. കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു സലാറിന്റെ 1ാം ഭാഗം റിലീസ് ചെയ്തത്. വിജയ് ചിത്രം ഗോട്ട് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ഗോകുലം ഗോപാലൻ. AGS എന്റർടൈൻമെന്റിന്റെ ബാനറിൽ കൽപ്പാത്തി S അഘോരം, കൽപ്പാത്തി S ഗണേഷ്, കൽപ്പാത്തി S സുരേഷ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. വിജയ് ചിത്രം ലിയോയും കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത് ശ്രീ ഗോകുലം മൂവീസ് ആയിരുന്നു. കൽക്കി 2898 ADയിൽ പ്രഭാസിന്റെ സ്പെഷ്യൽ കാർ ബുജിയുടെ നിർമ്മാണ തുക സംബന്ധിച്ച കണക്കുകൾ പുറത്ത്.
6 ടൺ ഭാരമുള്ള ബുജിയുടെ നിർമ്മാണത്തിന് 7 കോടി ചിലവായെന്നാണ് റിപ്പോർട്ട്. 6075 മില്ലിമീറ്റർ നീളവും 3380 മില്ലിമീറ്റർ വീതിയും 2186 മില്ലിമീറ്റർ ഉയരവുമാണ് ബുജിക്കുള്ളത്. യൂറോ കപ്പിൽ സ്പെയിൻ സെമിയിൽ ക്വാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിയെ തകർത്തു. 119 മിനിറ്റിൽ വിജയ ഗോൾ നേടി മൊറീനോ. യൂറോ കപ്പിൽ ഫ്രാൻസ് സ്പെയിൻ സെമി ഫൈനൽ. പോർച്ചുഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഫ്രാൻസ് മറികടന്നത്. അവസാന യൂറോ കപ്പിന് ഇറങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോ ടൂർണമെന്റിൽ ഒരു ഗോൾ പോലും നേടാനാകാതെ മടങ്ങി. യൂറോ കപ്പിൽ സെമി ലൈനപ്പ് ഇന്നറിയാം. ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെ നേരിടും. മത്സരം രാത്രി 9:30. നെതർലാൻഡിന് തുർക്കി എതിരാളികൾ. കോപ്പ അമേരിക്കയിൽ സെമി ഫൈനൽ പ്രതീക്ഷയോടെ ബ്രസീൽ ക്വാർട്ടറിൽ നാളെ യുറുഗ്വായെ നേരിടും. മത്സരം രാവിലെ 6:30. കൊളംബിയയ്ക്ക് പനാമ എതിരാളികൾ. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം വൈകിട്ട് 4:30 ഹരാരയിൽ. ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ യുവനിര ഇറങ്ങും. സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ അഭിഷേക് ശർമ്മ ഓപ്പണറായി എത്തുമെന്ന് ശുഭ്മാൻ ഗിൽ. 3-ാം നമ്പറിൽ ഋതുരാജ് കളിക്കുമെന്നും ഇന്ത്യൻ നായകൻ. അരങ്ങേറ്റം കാത്ത ടീമിലുള്ളത് 4 താരങ്ങൾ. പരുക്ക് കാരണം സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ നിന്ന് പുറത്തായത് കാര്യമാക്കുന്നില്ലെന്ന് നിതീഷ് റെഡ്ഡി. ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്നും സൺറൈസേഴ്സ് താരം. നിതീഷിന് പരുക്കേറ്റത് ആദ്യമായി ഇന്ത്യൻ ടീമിലേക്ക് വെളിയെത്തിയതിനു പിന്നാലെ. വനിതാ 2020-യിൽ ഇന്ത്യക്ക് തോൽവിയോടെ തുടക്കം. ദക്ഷിണാഫ്രിക്ക 12 റൺസിന് ഇന്ത്യയെ തോൽപ്പിച്ചു. 189 റൺസ് പിന്തുടർന്ന ഇന്ത്യ 4-ന് 177. 3 മത്സര പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക മുന്നിൽ. വിംബിൾഡണിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് നൊവാക് ജോക്കോവിച്ച് ഇന്നിറങ്ങും. 3-ാം റൗണ്ടിൽ ഓസീസ് താരം പാപ്പറിന് എതിരാളി. മത്സരം രാത്രി 9:15. വിംബിൾഡണിൽ 3-ാം റൗണ്ട് ലക്ഷ്യമിട്ട ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡിനുമൊത്ത് 2-ാം റൗണ്ടിൽ ഇന്നിറങ്ങും. ജർമ്മൻ സഖ്യത്തിനെതിരായ മത്സരം വൈകിട്ട് 3:30. ബൊപ്പണ്ണ വിംബിൾഡണിൽ മത്സരിക്കുന്നത് 44-ാം വയസ്സിൽ.